എംടെക് പഠിച്ചിട്ട് അരുണ് HR-ലോട്ട് വരാമെങ്കിൽ എന്റെ കഥ ഞാൻ പറയാം. MBA അത് നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരായിരുന്നു. MBA എടുത്തതല്ലായിരുന്നു എൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ടേണിംഗ് പോയിന്റ്. ചൂസിങ് HR, ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ്. ബിക്കോസ് സോ വാട്ട് ഐ ബിലീവ് ഇസ് നമ്മൾ ഡിഗ്രി എപ്പോഴും ഇറ്റ് ജസ്റ്റ് ഓപ്പൺസ് ഡോർ. പക്ഷേ ഹലോ, എൻ്റെ പേര് അരുണാനന്ദ് TA. ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ HR ഡയറക്ടറായിട്ട് കൊച്ചിയിൽ വർക്ക് ചെയ്യാണ്. ഐ എം ഓൾസോ പാർട്ട്ണർ അറ്റ് എൻട്രി ഇൻ ദി HR കോഴ്സ്. ഹായ്, എൻ്റെ പേര് ഷാരിക നായർ. ഐ എം ഓൾസോ എൻ HR ലീഡർ അറ്റ് എ മൾട്ടിനാഷണൽ കമ്പനി ഇൻ ഇൻഫോ പാർക്ക് കൊച്ചി. യെസ് ഷാരിക, നമ്മൾ വെൽക്കം. നമ്മളപ്പോൾ ഇന്ന് പൊതുവേ ഇപ്പോൾ ഡിഗ്രി കോഴ്സൊക്കെ കഴിയുന്ന സമയമാണ്. അപ്പോൾ ഈ ഡിഗ്രി കോഴ്സൊക്കെ കഴിയുന്ന സമയത്ത് കുട്ടികൾക്ക് പൊതുവേ HR-ലേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ MBA എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ MBA ചെയ്താൽ മാത്രമേ HR-ലേക്ക് വരാൻ പറ്റുള്ളൂ. ഇനി അഥവാ ഏത് ഡിഗ്രി ആയിക്കോട്ടെ, HR-ലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് HR-ൽ ആക്ച്വലി നടക്കുന്നത്, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ സ്കിൽസൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, BA ഇംഗ്ലീഷാണ് അല്ലേ? സോ BA ഇംഗ്ലീഷ് എങ്ങനെയാണ് HR-ലേക്ക് വന്നത് എന്നൊന്ന് പറയാം. BA ഇംഗ്ലീഷ് എംടെക് പഠിച്ചിട്ട് അരുണ് HR-ലോട്ട് വരാമെങ്കിൽ എൻ്റെ കഥ ഞാൻ പറയാം. ഇംഗ്ലീഷ് പഠിച്ചും HR-ലേക്ക് വരാം. സോ വാട്ട് ഐ ബിലീവ് ഇസ് നമ്മൾ ഡിഗ്രി എപ്പോഴും ഇറ്റ് ജസ്റ്റ് ഓപ്പൺസ് ഡോർ. പക്ഷേ വാട്ട് സ്കിൽസ് യു ഹാവ് ദാറ്റ് കീപ്സ് ദ ഡോർ ഓപ്പൺ. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് എന്തൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിലും അഫ്കോഴ്സ് ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഒരു ഫോർമൽ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അൺലെസ് ആൻഡ് അൺടിൽ യു ഹാവ് ദറ്റ് സ്കിൽ ടു ടേക്ക് ഇറ്റ് ടു എ നെക്സ്റ്റ് ലെവൽ, യു വോണ്ട് റീച്ച് എനിവെയർ. ഏത് ഡിഗ്രി പഠിച്ചാലും ശരി. ഇപ്പോൾ MBA പഠിച്ച ആൾക്കാരും ഐ ഹവ് സീൻ മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ഹു ആർ നോട്ട് ഏബിൾ ടു sustain that HR career and moved on to many things else. Maybe അവരുടെ പാഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. സോ ടു ചൂസ്, ശരിയാണ്, നമ്മൾ ഏർലി കരിയറിൽ നമുക്ക് ചിലപ്പം കൃത്യമായിട്ട് ഈ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്ന കോഴ്സ് തന്നെ ചൂസ് ചെയ്യാനൊന്നും പറ്റിക്കോണമെന്നില്ല. വി മൈറ്റ് ലാൻഡ് അപ്പ് സംവെയർ, ബട്ട് ദെൻ അവിടുന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇഫ് യു ക്യാൻ ഗ്രാബ് അറ്റ് എൻ ഏർലി സ്റ്റേജ് ആൻഡ് ദെൻ വർക്ക് ഓൺ ഇറ്റ്. നമുക്ക് വർക്ക് ചെയ്യാതെ ഒന്നും നമുക്ക് നടക്കത്തില്ല. നമുക്ക് പഠിച്ച കാര്യങ്ങൾ, ഓക്കെ നമ്മൾ ഇന്നൊക്കെ പഠിച്ചു, ഞാൻ OB പഠിച്ചു, അത് പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ you will be there wherever you are. Correct. If you want to grow, you have to upskill yourself, reskill yourself. So moral of the story, degree doesn't matter. ഞാൻ MBAക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവെ നമ്മുടെ ട്രഡീഷണൽ കരിക്കുലത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ബേസ്ഡ് കരിക്കുലം ഒക്കെ തിയറിയാണ്. അതിൽ പല ടെക്സ്റ്റ് ബുക്കും റിട്ടേൺ ബാക്ക് ഇൻ 80s ഓർ ഏർലി 90s ഒക്കെ എഴുതിയ പുസ്തകങ്ങളാണ്. ഇൻഡസ്ട്രിയിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ഗുണമുണ്ട്, നമുക്ക് കുറച്ചുകൂടിയൊക്കെ പ്രാക്ടിക്കൽ സൈഡൊക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവൻ MBA കോഴ്സ് ആണെങ്കിലും ആ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ നിന്ന് വരുമ്പോൾ ഈ പാഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ ഉള്ള പാഷൻ കൊണ്ട് പോകുന്നൊരവസ്ഥ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്? So BA ഇംഗ്ലീഷ് കഴിഞ്ഞപ്പം of course there was a personal situation where I had to extend my studies. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം ഭർത്താവ് കേൾക്കുന്നുണ്ട്. അപ്പം കല്യാണം നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ, ആസ് എനിബഡി ഹൂസ് എ ന്യൂ, ഇപ്പം ജെൻ സീസ് ഒക്കെ വരുന്നവരൊക്കെ പറഞ്ഞ പോലെ കല്യാണം ഒന്നും കഴിക്കാൻ. പക്ഷെ അന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് ഐ നീഡ് സം മോർ ടൈം എന്നുള്ളതായിരുന്നു. സോ ഇഫ് ഐ ഗോ ഫോർ എൻ MA ഇംഗ്ലീഷ് വിച്ച് ഐ ഡിഡ്ന്റ് വാണ്ടഡ് ടു എൻഡ് അപ്പ് വിത്ത് ടീച്ചിങ്, എനിക്ക് അത്ര വലിയ താല്പര്യം ടീച്ചിങ്ങിനോട് ഉണ്ടായിരുന്നില്ല. സോ അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം, നമ്മുടെയൊക്കെ ഒരു കാലത്ത് നമ്മളൊരു MA ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ വേ വി ലാൻഡ് അപ്പ് വിത്ത് ടീച്ചിങ് ജോബ് വിച്ച് ഐ ഡിഡ്ന്റ് വാണ്ടഡ് ടു ഡു. സോ ഞാൻ BA ഇംഗ്ലീഷ് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് ഫോർ വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ്. ദെൻ MBA came up to me. MBA അത് നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരായിരുന്നു. MBA എടുത്തതല്ലായിരുന്നു എൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ടേണിംഗ് പോയിന്റ്. ചൂസിങ് HR, ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ്. ബിക്കോസ് അന്നത്തെ കാലത്ത് HR-നെക്കാളും പോപ്പുലർ ഫിനാൻസ് ആയിരുന്നു. ഫിനാൻസ് കുറച്ചും കൂടി, ബിക്കോസ് പൈസ ആൻഡ് യു ക്യാൻ ഈവൻ വർക്ക് വിത്ത് മണി. എപ്പോഴും പൈസ കൈ കൂടെ പോകും. ഐ മീൻ യു ഡീൽ വിത്ത് ഫിനാൻസ് അക്കൗണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് അന്ന് അത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. പക്ഷെ ഞാൻ മാത്സിൽ അത്ര വലിയ പോപ്പുലർ അല്ല, വീക്ക് ആയിരുന്നു. അപ്പൊ എനിക്ക് ഫൈനാൻസ് താല്പര്യം ഉണ്ടായിരുന്നില്ല. ദെൻ കെയിം ദിസ് HR, ആൻഡ് HR-ൽ എന്താ പറയാ ഒരു വിശ്വാസം. HR is a very dignified job. You pay salaries, you hire people. അത് ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ദ മോസ്റ്റ് താങ്ക്ലെസ് ജോബാണ് HR. പല സ്ഥലത്തും അങ്ങനെ തന്നെയാണ്, ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പക്ഷെ ലീഡേഴ്സിന് അറിയാം, ഓർഗനൈസേഷൻ ലീഡേഴ്സിന് അറിയാം. ഞാൻ വിചാരിക്കുന്ന അരുണ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും നമുക്ക്. പക്ഷെ കിട്ടുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ആൾക്കാർ കാണുന്ന സ്ഥലത്തായിരിക്കില്ല നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്. മേ ബി സ്മോൾ കോൺവെർസേഷൻസ്, റൈറ്റ്?
ഇപ്പൊ നമ്മളൊരു ലീഡറിന്റെ അടുത്ത് പോയിട്ട് ഒരു ബോർഡ് റൂമിൽ പോയിട്ട് പ്രസന്റ് ചെയ്യുമ്പോഴായിരിക്കില്ല നമുക്കൊരു ഗ്രാറ്റിഫിക്കേഷൻ വരുന്നത്. മേ ബി വിത്ത് എ സ്മോൾ കോൺവെർസേഷൻ വിത്ത് വൺ എംപ്ലോയി വുഡ് ഹാവ് ബീൻ സ്ട്രഗ്ലിംഗ് വിത്ത് ഹിസ് മെന്റൽ സിറ്റുവേഷൻ ഒക്കെ ഉള്ളവര്, അല്ലെങ്കിൽ ദേ ഡോണ്ട് നോ വാട്ട് ടു ടേക്ക് എ ഡിസിഷൻ, ആ ഒരു കോൺവെർസേഷൻ അല്ലേ? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? എനിക്കും ഉണ്ടായി. ഞാൻ എപ്പോഴും പറയാറുള്ള എക്സാമ്പിൾ ഉണ്ട്. അതായത് ഈ നമ്മൾ അത്ര ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു എംപ്ലോയി, ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കുറഞ്ഞൊരു കുട്ടിയാണ്, കാലിൽ നീരൊക്കെ ഉണ്ട്, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളുടെ HR ടീം, പഴയ കമ്പനിയിലെ HR ടീം ഒരു എന്താ പറയുക, ഒരു ഫുഡ് പ്ലാറ്റ്ഫോം കൊണ്ട് കൊടുത്തു കാല് വെക്കാനായിട്ട്. ഈ കുട്ടി ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ അത്രയും ടേക്ക് കെയർ. അപ്പോൾ ബേസിക്കലി ചെറിയ ചെറിയ ആക്ഷൻസ് കൊണ്ട് എംപ്ലോയീസിൻ്റെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ മേ ബി ഫിനാൻസിൽ കിട്ടില്ലായിരിക്കും, ഫിനാൻസിൽ ഓപ്പറേഷൻസിലൊന്നും കിട്ടില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേറെ രീതിയിലാണ് കമ്പനിയുടെ ബിസിനസ് സൈഡ്. പക്ഷേ നമുക്ക് ഈ എംപ്ലോയി സൈഡിൽ നിന്നും ബിസിനസ് സൈഡിൽ നിന്നും രണ്ടും ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിയുടെ ഗ്രോത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സൈഡും അതോടൊപ്പം എംപ്ലോയീസിന് സപ്പോർട്ട് ചെയ്യുന്ന ആ രണ്ടിൻ്റെയും ഒരു അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ. ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് പറഞ്ഞത്, ഇപ്പം നമ്മളുടെ ഗ്രാജുവേഷനെ പറ്റി പറഞ്ഞല്ലോ, എംടെക് ആണല്ലോ, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ബിടെക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫാക്കൽറ്റി പഠിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ ചേർത്തല എഞ്ചിനീയറിംഗ് കോളേജിലൊരു 6 months പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും എംടെക് പോകണം. അപ്പം അന്നേരത്തെ ഞാൻ ക്യാറ്റ് എഴുതിയായിരുന്നു, കോൾ ലെറ്ററൊക്കെ വന്നായിരുന്നു, 1-2 ഇതിൽ നിന്നൊക്കെ വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരുന്നു. പിന്നെ ഞാൻ എംടെക്കിൻ്റെ കോച്ചിങ്ങിനും പോയി. ശരി, എന്നാൽ എംടെക് തന്നെ ചെയ്യാം, അത് കഴിഞ്ഞിട്ടും ഒരു ഫാക്കൽറ്റി ആയിട്ട് തിരിച്ചു വരാം എന്നുള്ളതായിരുന്നു. 2 കൊല്ലം NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എംടെക്കാണ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഫസ്റ്റ് ഇയർ അവസാനിച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, എന്നാൽ ഇനി 2-3 കൊല്ലം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കൂടെ ആയിക്കോട്ടെ, ഫാക്കൽറ്റി ആകുമ്പോൾ ഒരു ഉപകാരപ്പെടുമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഒറാക്കിളിൽ വർക്ക് ചെയ്തു. 3 കൊല്ലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പക്ഷേ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഐ വാസ് എ ബാഡ് എഞ്ചിനീയർ. അതൊരു ഫാക്ടറാണ്. പിന്നെ എനിക്ക് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പാഷൻ ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. പഠിപ്പിക്കാനാണെങ്കിലും പിന്നെ ഓക്കെ, ലൈക്ക് എൻ ആവറേജ് സ്റ്റുഡൻറ്റ്. പക്ഷേ ടീച്ചിങ്ങിൽ എനിക്കൊരു ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം പണ്ടുണ്ടായിരുന്ന MBA ഓർ വേഴ്സസ് എംടെക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തിരിച്ചു വന്നു. അപ്പോൾ ഈ അന്നേരത്തും ഈ ഇൻട്രസ്റ്റ്, അന്നത്തെ MBAയുടെ ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ HR ആവണം തന്നെയായിരുന്നു. ഈ കുറച്ച് ഇപ്പോൾ കോളേജിലെ കുറച്ച് ആക്ടിവിറ്റീസിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ജനറലി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, കുറച്ച് ലീഡർഷിപ്പ് റോളുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഓൺട്രപ്രണറിയൽ ഇൻട്രസ്റ്റ് അന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് HR ആവുന്നതാണ് ബെറ്റർ എന്നുള്ളൊരു ആംഗിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഒരു ഓഫർ വന്നു. ഞങ്ങളുടെ കൂടെ പഠിച്ച തന്നെയാണ് പ്രൊഫൗണ്ടസ് എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അവർ കേരളത്തിൽ നിന്ന് ആദ്യത്തെ IT സ്റ്റാർട്ടപ്പുകൾ ഒരു US അക്വയർ ചെയ്യുന്നൊരു ഇതായിരുന്നു. 2016 നടന്നത്. അപ്പോൾ അന്ന് അവരിങ്ങനെ ചോദിച്ചു, ദേ ആർ ലുക്കിംഗ് ഫോർ എൻ HR ഹു ഇസ് നോട്ട് ഫ്രം HR ബാക്ക്ഗ്രൗണ്ട്. അത് അവരുടെ ഒരു തോട്ട് പ്രോസസ് ആയിരുന്നു. അവർക്ക് ട്രഡീഷണൽ HR വേണ്ട, വേറൊരാൾ മതി, HR കുറിച്ച് പഠിക്കാത്ത, HR കുറിച്ച് അറിയാത്തൊരു HR മതി എന്താണെന്നുള്ള അവരോട് ചോദിക്കണം. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ അവർ ചോദിച്ചു താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് എന്നെ അറിയായിരുന്നു, ലൈക്ക് എൻ്റെ ബാച്ച്മേറ്റ്സ് ആണ്. അർജുൻ ആർ പിള്ളൈ, ജോഫിൻ, അനൂപ് തോമസ് മാത്യു, നിതിൻ സമമൻ, 4 പേര് അവരുടെ കമ്പനിയായിരുന്നു. അപ്പോൾ അവരിങ്ങനെ അക്വയർ ആവാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് HR ലീഡ് ചെയ്യാൻ ഒരാൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ, ഞാൻ പറഞ്ഞു ശരി, ഞാൻ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്നുള്ള അവസ്ഥയിലേക്ക് കയറി. ഞങ്ങൾ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, ആർ യു ഇൻട്രസ്റ്റഡ്, ഇത് ചെയ്യാൻ റെഡി ആണോ എന്നൊക്കെ ചോദിച്ചു. വെരി ഏർലി. നല്ല അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ HR എന്ന് പറയുമ്പോൾ റിക്രൂട്ട്മെന്റ് ആണ്, അല്ലെ, എക്സിറ്റ് ആണെന്ന് മാത്രം വിചാരിക്കും. ബാക്കിയുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ പൊതുവെ ബ്ലോഗിന്റെ കാലമാണ് ഉണ്ട് എന്നുള്ളത് അറിയാം. അത് അറിയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് കുറച്ചൊക്കെ വായിക്കുമ്പോൾ ഈ എംപ്ലോയി എൻഗേജ്മെന്റ്, പക്ഷെ അന്നും എനിക്ക് എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ ഓണം നടത്തുക, അല്ലെങ്കിൽ ദിവാലി സമൂസ കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മളന്ന് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് അതല്ല എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് മനസ്സിലാക്കിയത് പിന്നീടാണ്. നമ്മൾ NIPM പോലുള്ള ഓർഗനൈസേഷൻസിലൊക്കെ വന്നപ്പോൾ അനീഷ് അരവിന്ദനായിട്ടൊക്കെ സംസാരിച്ചപ്പോഴൊക്കെയാണ് പുള്ളിയാണ് അതിൻ്റെ ഒരു തിയററ്റിക്കൽ ഒരു കോൺസെപ്ച്വൽ ആംഗിളൊക്കെ. പിന്നെ പുസ്തകങ്ങൾ വായിച്ചു, സൈമൺ സിനക്കിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് കുറച്ചുകൂടി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനം. ഇത് എനിക്ക് ഇൻട്രസ്റ്റിംഗ്ലി തോന്നിയിട്ടില്ല. ഇതൊന്നും നമ്മൾ MBAയിൽ പൊതുവേ Tier 1
MBA കോളേജിൽ ബി കോളേജിൽ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ അല്ലാത്ത കോളേജുകളിൽ പൊതുവെ അതിൻ്റെ ഒരു വൈ എന്നുള്ളൊരു പാർട്ട്, അതിൻ്റെ ഒരു ബിസിനസ് ആംഗിൾ പറയുന്നില്ല എന്നൊരു ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു നെറ്റ്വർക്കൊക്കെ ചെയ്ത് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചു വന്നത്. അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഉള്ളൊരു ഗുണം ഉണ്ട്. ഞാനത് എപ്പോഴും വിചാരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മള് 80s 90s ആണെന്ന് വിശ്വസിക്കുന്നത്. നമ്മള് വി ആർ ആക്ച്വലി യുനോ ബ്രിഡ്ജ് ആയിരുന്നു ഞാൻ എപ്പോഴും തോന്നുന്നു. ബിക്കോസ് വി വെരി ലാസ്റ്റ് വൺ ടു നോ ലൈഫ് without any technology. At the same time, first one to adapt technology, which was at a faster pace. അല്ലേ, പെട്ടെന്നാണ് അത് ഗ്രോ ചെയ്തത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു കസ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ എപ്പോഴും. സോ അതുകൊണ്ട് ഞാൻ അത് ചോദിക്കാൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് വെൻ യു സ്റ്റാർട്ടഡ് യുവർ ഇന്റർവ്യൂയിങ് റിക്രൂട്ടർ ആയിട്ട് ഒന്ന് ആ ഒരു ഹാറ്റ് എടുത്തിട്ടപ്പം ഡിഡ് യു ഫീൽ ദാറ്റ് HR ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന് തോന്നിയിരുന്നോ, അതോ ടെക് ആയിരുന്നോ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ബേസിക്കലി ടെക് എനിക്ക് ചോദിക്കാനുള്ള ത്വര ഉണ്ടാവാറുണ്ട്. ബേസിക്കലി പക്ഷേ ഒരു പരിധിവരെ ഫ്രഷേഴ്സ് ഒരു 1 year എക്സ്പീരിയൻസിലുള്ള HR പൊതുവെ എഞ്ചിനീയേഴ്സ് പൊതുവെ എന്നെക്കാളൊക്കെ സ്മാർട്ടർ ആയിരിക്കും, എന്നെക്കാളൊക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു അഡ്വഞ്ചറിലേക്ക് പോയിട്ടില്ല. ബാക്കി ഞാൻ പണ്ട് തൊട്ടേ ലക്ലി ഈ BI എന്ന് പറയുന്ന കൺസെപ്റ്റില് ബിഹേവിയറൽ ഈവൻറ്റ് ഇൻ്റർവ്യൂയിങ്, അതെൻ്റെ ഒരു ഞാനൊരു ഫാൻ ബോയ് ആയിരുന്നു BI. അപ്പോൾ ജനറലി ഞാൻ ഇൻ്റർവ്യൂ അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് അത് ചെയ്തൊക്കെയാണ് വന്നത്. ഇപ്പോൾ കോമ്പിറ്റൻസി ഫ്രെയിംവർക്കൊക്കെ ആദ്യമേ അന്ന് ലക്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെ, നമ്മുടെ നെറ്റ്വർക്കിലൂടെ ഒക്കെ പോയതുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. നമ്മുടെ ഇവിടെ എൻട്രിയിലെ കോഴ്സിൽ നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് MBA കോഴ്സിൽ നിന്ന് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ കൂടി കുട്ടികളെ പഠിപ്പിക്കാം, നമ്മുടെ HR കോഴ്സിൽ ചെയ്യാമെന്നുള്ളൊരു ഒരു ധാരണയിലാണ് നമ്മൾ കോഴ്സ് തുടങ്ങിയത്. നമുക്കതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ അതിൽ എനിക്ക് അന്ന് തുടങ്ങിയപ്പോൾ ഉണ്ടാവാതിരുന്നൊരു ഇൻഹിബിഷൻ ഇപ്പോൾ എന്താണ് പൊതുവെ സ്റ്റുഡൻസിനോട് സംസാരിക്കുന്നത് കേൾക്കുന്നതെന്ന് വെച്ചാൽ വരുന്ന സാർ ഞങ്ങൾ ഇനി ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ് കുറെ പേര് പറഞ്ഞു വിട്ടതായിട്ടൊക്കെ പല ഓർഗനൈസേഷൻസിൽ ന്യൂസ് ഉണ്ട്. സോ അത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അവരോട് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ we all say the same thing. പക്ഷേ AI is coming not for your jobs. AI is coming for your task. ടാസ്കിലേക്കാണ് AI വരുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എൻറ്റയർ ഒരു ജോബിനെ AIക്ക് ഒരിക്കലും എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ബട്ട് സർട്ടൻ ടാസ്ക് ദാറ്റ് യു ആർ ഡൂയിങ് ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ AI. ഇപ്പം ഞാൻ എപ്പോഴും ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പല കോളേജസിലും ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും അവർ പറയാം നമ്മൾ AI-നെ എങ്ങനെ അഡോപ്റ്റ് ചെയ്യും, വി ആർ ലേണിംഗ്, വി ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് കോഴ്സസ്, ഞങ്ങൾ സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നുണ്ട്, വെരി ഗുഡ്, ഓൾ ദാറ്റ് ഇസ് റിയലി ഗുഡ്. പക്ഷെ നമ്മളൊരു ഓർഗനൈസേഷനിലോട്ട് എത്തുമ്പം ഇതിന്റെ അഡോപ്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഫ്യൂ ഓഫ് ദം ഓർ മെജോറിറ്റി ഓഫ് ദം ഇസ് ലൈക്ക് പെർപ്ലെക്സ്ഡ്. ഓർഗനൈസേഷനിലേക്ക് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ ഒരു ഫാസ്റ്റ്നെസ്സിലേക്ക് ഒന്നും പോകാൻ പറ്റാത്ത രീതിയിലോട്ട് മാറും. ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ബീറ്റ് ഒക്കെ റിക്രൂട്ടറാണ്, ഒരു ഏർലി HR നോക്കാം. റിക്രൂട്ടറൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം AI എടുത്തു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇഫ് ഇറ്റ് വാസ് ലൈക്ക് 5-6 years ബാക്ക്, what is the task that you can simplify that you're doing? എന്തെങ്കിലും ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. ആൻഡ് ദെൻ പ്രപ്പോസ് ഇറ്റ് ബിഫോർ ദി ഓർഗനൈസേഷൻ ഐഡന്റിഫൈസ് ആൻഡ് സേസ് ഓക്കെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യത്തിനകത്തും AI ചെയ്യാമല്ലോ, വൈ ഡിഡ് യു തിങ്ക്? അതിനു മുമ്പേ ക്യാൻ യു ക്വസ്റ്റ്യൻ ദി ഓർഗനൈസേഷൻ സെയിം ഞാൻ ചെയ്യുന്ന ടാസ്ക് 10 ടാസ്ക് അതിനകത്ത് 3 എണ്ണവും AIക്ക് ചെയ്യാം എന്ന് പ്രപ്പോസ് ചെയ്യുമ്പം യു വിൽ ബി ദി ലൈം ലൈറ്റ് ആൻഡ് യു വിൽ ബി കോൾഡ് ടു സ്പീക്ക് അബൌട്ട് ഇറ്റ്. മേ ബി യു വോണ്ട് നോ ദ സൊല്യൂഷൻ. ആസ് എൻ HR നമുക്ക് പറഞ്ഞ മാതിരി അരുണ് ചിലപ്പം ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അറിയാമായിരിക്കും. എന്നെപ്പോലെ ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാർക്ക് ടെക്നോളജി ഇതിൽ എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ആസ് എ പേഴ്സൺ ഹു തോട്ട് അബൌട്ട് ഇറ്റ്, യു വിൽ ബി ഇൻ ദ ഫ്രണ്ട് സീറ്റ് ടു സേ എന്താണ് വാട്ട് ഈസ് ദാറ്റ് ഐ ഹവ് സീൻ ആസ് എ ചേഞ്ച്, ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ബാക്കി നിങ്ങൾ ചെയ്തോ. സോഫ്റ്റ്വെയർ പീപ്പിൾ ആർ റെഡി ടു ഡു എനിത്തിങ്, യു എക്സ്പ്ലെയിൻ. സോ ദാറ്റ് ഈസ് ഹൗ യു ആഡ് വാല്യൂ ടു ദി ഓർഗനൈസേഷൻ. AI-നെ പേടിക്കല്ല വേണ്ടത്. ഇഫ് യു ക്യാൻ ഓൾസോ ഗോ വിത്ത് ഇറ്റ് ആൻഡ് സിംപ്ലിഫൈ ടാസ്ക്, you will be ahead of that journey. Correct. ഞാൻ ഇതിൻ്റെ ഒരു അനാലജി സ്ഥിരം പറയാറുള്ളത്, പണ്ട് കണക്കുപിള്ള ക്ലർക്കുമാർ പുസ്തകത്തിൽ എഴുതി അന്ന് അവസാനം ഫുൾ സെയിൽസ് ഒക്കെ എഴുതി അവസാനം കാൽക്കുലേറ്റർ വെച്ച് കൂട്ടി കണ്ടുപിടിക്കും. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എക്സൽ ഷീറ്റായി നമ്മൾ മാനുവലി ഒന്നും ചെയ്യണ്ട, നേരെ എല്ലാം സമ്മേഷനൊക്കെ അതിൽ നടക്കും. പക്ഷേ അവിടെ ആക്ച്വലി ചെയ്യുന്ന ടാസ്ക് മാറി. കാരണം ആ ടൈം കൊണ്ട് അവർക്ക് വേറെ പലതും ചെയ്യാൻ പറ്റി. അങ്ങനെ അതിൻ്റെ ഒരു സെക്കൻഡ് വേർഷനോ അല്ലെങ്കിൽ തേർഡ് വേർഷനോ ആണ് ഇപ്പോൾ AI കൊണ്ട് നടക്കുന്നത്. പക്ഷേ സ്റ്റിൽ HR ഇസ് റിലവൻറ്റ്. ആൾക്കാർക്ക് പേടി HR റിക്രൂട്ട്മെൻറ്റും എക്സിറ്റ് ആണല്ലോ, അപ്പോൾ AI വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യും. HR വേറെ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് അറിവില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്.
HR ഇപ്പം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, HR എന്ന് പറയുന്നത് ഇപ്പം HR റിക്രൂട്ടർ മാനേജർ മാത്രമല്ല ഡെസിഗ്നേഷൻ ഉള്ളത്. യു ആർ കോൾഡ് പീപ്പിൾ മാനേജർ, യു ആർ കോൾഡ് കൾച്ചർ കാറ്റലിസ്റ്റ്, ആൻഡ് യു ആർ കോൾഡ് കൾച്ചർ, പല ഡെസിഗ്നേഷൻസ്. കൾച്ചറിലൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. അവിടെ ഹ്യൂമൻ നീഡ്സ് ടു ബി ദേർ. കറക്റ്റ്. So there are some things that that calls for judgment അല്ലേ? എവിടെയാണ് ജഡ്ജ്മെന്റ് എടുക്കുന്നത് എന്നുള്ളത് AI-ക്കൊന്നും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അറ്റ്ലീസ്റ്റ് വാട്ട് വി ആർ ടോക്കിംഗ്. സോ അതുകൊണ്ട് ഞാൻ AI ഒരിക്കലും ജോബ്സ് എടുക്കില്ല. ടു ബി വെരി ഫ്രാങ്ക്, അത് ജോബ്സ് ഒരിക്കലും എടുത്തിട്ട് പോകില്ല. ടാസ്ക്, റിപ്പീറ്റഡ് ടാസ്ക് ഒക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് ഞാൻ എപ്പോഴും പറയുന്നത് യു ഷുഡ് ബി ദ പേഴ്സൺ ഹു ഷുഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. റാദർ മൂവിങ് ബാക്ക് സീറ്റിൽ എടുത്തിട്ട് അയ്യോ പേടിച്ചിരിക്കുന്നതിലും ഭേദം യു ഷുഡ് ടോക്ക് അബൌട്ട് ഇറ്റ് ആൻഡ് സേ ഓക്കെ, കമ്പനിയിൽ ഇത് പറഞ്ഞു കൊടുത്താൽ ദേ വിൽ ടോക്ക് ടു യു. എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, നമുക്ക് ഈ റഫ്ലി ഒരു 1000+ എംപ്ലോയീസിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, തൗസൻഡ്സ് ഓഫ് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു 1000 എടുത്തിട്ടുണ്ടാവും അല്ലേ? അവർ എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിനെ എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ ഓർഗനൈസേഷൻ വെച്ച് പറയണമെന്നില്ല, ഇതിന് മൊത്തത്തിലുള്ള എക്സ്പീരിയൻസിൽ വാട്ട് ഡു യു തിങ്ക് ഇസ് ദ ജനറൽ ലാക്ക് ഓഫ് സ്കിൽ HR ഫ്രഷേഴ്സിൽ കാണുന്നത്? HR ജോബിലേക്ക് ആദ്യമായിട്ട് വരുന്നത് എന്താണ് കാണുന്നത്? So especially HR-ലേക്ക് വരുന്ന ആൾക്കാർക്ക് what I've seen is, and especially in Kerala, we should talk about where we are also. Correct. Because that's how you build the ecosystem. Correct. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കുട്ടികൾക്ക് പൊതുവെ ഒരു കോൺഫിഡൻസ് കുറവ്. സോറി ടു കട്ട് യു ഓഫ്, പക്ഷേ ലാംഗ്വേജിൻ്റെ പ്രശ്നമാവാം. ചിലപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യണേന്ന് ആക്ച്വലി പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ആക്ച്വലി എങ്ങനെ നടക്കണേന്നൊരു ചോദ്യം ഒന്നും അറിയാത്ത നോർത്ത് ഇന്ത്യയിൽ നല്ല ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു. കോൺഫിഡൻസ് അവര് വാട്ട് കേരള ഇവിടെ ആക്ച്വലി നമ്മളുടെ ഒരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. ബിക്കോസ് ദേ പ്രൊഡ്യൂസ് എ ലോട്ട് ഓഫ് ബ്രൈറ്റ് ബ്രെയിൻസ് ഹിയർ ആക്ച്വലി പറഞ്ഞാൽ. പക്ഷേ ദേ ഡോണ്ട് ബിലീവ് ഓർ ദേ ആർ ഹെസിറ്റന്റ് ടു സെൽഫ് പ്രൊമോട്ട്. അതാണ് ആ ഡിഫറൻസ്. നോർത്ത് ഇന്ത്യയിലെ പിന്നെ പിള്ളേർ, ഇപ്പം നമ്മൾ ഇവിടുത്തെ ഒരു മലയാളി ഒരു 9 പേര് നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയ്ക്ക് പോയിട്ട് ജീവിക്കാൻ പറഞ്ഞാൽ ദേ വിൽ ലിവ് ബിക്കോസ് അത് അവർ ചുറ്റുള്ളവരൊക്കെ ചെയ്യുന്ന അവരും ഔട്ട് സ്മാർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ വരുന്നത് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ അവരും മിണ്ടുന്നില്ല, എന്നാൽ ഞാനും അങ്ങനെ ഒരു എന്താ പറയുക, ഞാൻ സംസാരിക്കുന്നതിന് തെറ്റാവോ എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവലാണ്. ദാറ്റ് ഈസ് ബിക്കോസ് കോൺഫിഡൻസ് ഇസ് നോട്ട് എ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്, ഇറ്റ്സ് ആക്ച്വലി എ സ്കിൽ. അത് ലേണബിൾ സ്കില്ലാണ്, ട്രെയിനബിൾ സ്കില്ലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് പിള്ളേർക്കില്ല. ദേ ഹാവ് എ ലോട്ട് ഓഫ് നോളജ്. അവർക്ക് പഠിക്കുന്ന സിസ്റ്റത്തെ പറ്റിയും ബുക്കിഷ് നോളജും എല്ലാം നന്നായിട്ടുണ്ടാവും. പക്ഷെ അത് കോൺഫിഡൻസ് ലെവലിൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോഴത്തേക്കും തിരിച്ചു നോക്കി, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ പോലും തിരിച്ചു ചോദിക്കാൻ ചിലപ്പോൾ അവർക്കും പേടിയാണ്. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഇംഗ്ലീഷിൽ, നമ്മളൊരു വാട്ട് യു മീൻ ബൈ ഡേറ്റ അനാലിസിസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു എക്സ്പ്ലെയിൻ മീ ദ ക്വസ്റ്റ്യൻ, അങ്ങനെ പോലും ചോദിക്കാനുള്ള പേടി, ആ ഒരു കോൺഫിഡൻസ് ലെവൽ മിസ്സാവുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ആൻഡ് ഒരു 3 phases എടുത്തു കഴിഞ്ഞാൽ പണ്ടുള്ള കുട്ടികൾ, ഞാൻ വന്ന സമയത്ത് ഒരു ഏർലി സ്റ്റേജസിലൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഈ കോൺഫിഡൻസ് ലെവൽ വളരെ ലെസ് ആയിരുന്നു. അവിടെ നിന്നൊക്കെ ഒത്തിരി മാറി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ. പക്ഷെ മിഡിൽ ഫേസിൽ ഞാൻ കണ്ടിരിക്കുന്നത് AI വരും എന്നുള്ളൊരു ഊഹാപോഹം മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അവർ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിരുന്നു. അവർ കുറച്ചും കൂടെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടി, അവർ വായനയിലേക്ക് കുറച്ചും കൂടെ ആയി, എന്തൊക്കെയാണ് ട്രെൻഡ്സ് നടക്കുന്നത് എന്നുള്ളത് നോക്കി പഠിച്ചെടുത്തിട്ട് അവർ പ്രിപ്പയർഡ് ദെംസെൽഫ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ എന്താണെന്ന് അറിയാമോ, ബിക്കോസ് ഞാൻ എപ്പോഴും പറയും നമ്മളുടെ അച്ഛൻ്റെ അച്ഛൻ ഒക്കെ നമ്മളുള്ള കാലത്ത് അവർക്ക് സർവൈവൽ ആയിരുന്നു. അവർക്കിത് എന്താ പറയുക, അവർക്ക് ആവശ്യമില്ല, ഭക്ഷണം ആവശ്യമില്ല, ഉള്ളിടത്തില്ല, അതിനു വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കുന്നത് സർവൈവൽ മോഡായിരുന്നു. നമ്മളുടെ അച്ഛന്മാരൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇച്ചിരിയും കൂടെ ഒരു എന്താ പറയുക, എല്ലാം ഉണ്ട്, ഓക്കെ സർവൈവൽ ഇല്ല, പട്ടിണി ഇല്ല, പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ട്. നമ്മളായപ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ ലക്ഷറിയിലേക്ക് സ്റ്റാൻഡേർഡ് നന്നാക്കാന്നുള്ളതായി. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതെല്ലാം ഉണ്ട്. ദേ ഹാവ് സീൻ, ഫോർ ദാറ്റ് മാറ്റർ ദേ ഹാവ് സീൻ ഇനഫ് ലേ ഓഫ്സ്. നമ്മളുടെ കാലത്ത് നമ്മൾ ലേ ഓഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മള് ആൾക്കാരെ പറഞ്ഞു വിടുന്ന ട്രെൻഡൊക്കെ. അപ്പൊ ഇവരിതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്കറിയാം ഇതൊക്കെ സംഭവിച്ചാലും വേൾഡ് വിൽ മൂവ് ഓൺ, അല്ലെങ്കിൽ ഷോ വിൽ ഗോ ഓൺ എന്നുള്ളത് അവർക്കറിയാം. ഇപ്പോഴത്തെ പിള്ളേര് ജെൻസി ഒന്നും പട്ടിണി കേട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കമന്റ്സ് പോയിക്കാവുന്ന തെറിയായിരിക്കും. അതൊക്കെ പറഞ്ഞത് ക്രിഞ്ച് ഇന്റർവ്യൂ ആയിട്ട് തോന്നുന്നു, പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം വേൾഡ് they have seen all the faces and they don't care. I mean, like they'll get another job. So what they focus is comfort ആണ്. അവർക്കിപ്പം ജോലിയിൽ ഇപ്പോൾ എന്നെ വഴക്ക് പറയണം, ഐ ഡോണ്ട് ഹാവ് ടു ഹിയർ ഓൾ ദിസ് എന്നുള്ളൊരു സഡൻ ഒരു ഇമ്പൾസീവ് ആയിട്ട് ഒരു സാധനം വന്ന് വരുവാണ്. എനിക്ക് ജോലി വേണ്ട. വാട്ട് മാറ്റർ ഫോർ മീ മോസ്റ്റ് ഇസ് മൈ കംഫർട്ട് സോൺ. എനിക്കിങ്ങനെ തെറിയേക്കാൻ വയ്യ, ചിലപ്പോൾ ഇട്ടിട്ട് പോകും. ഐ ഹാവ് സീൻ ലിങ്ക്ഡിൻ സ്റ്റഡീസിലൊരു കണ്ടിരിക്കുന്നത് 59% ഓഫ് ദ
whatever the Gen Zs that we call, they don't plan to stay in a organization more than 2 to 3 years. 3 years ആണ് അവരുടെ മാക്സിമം എന്നാണ് അവർ മാക്സിമം. ഓക്കെ, നമ്മുടെ പാരൻസ് ഒക്കെ ആണെങ്കിൽ 30 years കണ്ടിന്യൂസ് ഒറ്റ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്താണ്. നമ്മളൊക്കെ വന്നപ്പോൾ ഒരു 6 to 7 years ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും കുറയുകയാണ്. സോ അവർക്ക് അതിന്റെ ഉള്ളൊരു അവർക്ക് നിൽക്കാൻ വയ്യ. they don't bother. what matters for them is their comfort. അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള പൈസ കിട്ടുന്നുണ്ടോ, അത് വെച്ച് ഒരു മാസം കിട്ടുക, ട്രാവൽ ചെയ്യാൻ കഴിഞ്ഞു, അടുത്ത മാസം വന്നിട്ട് പൈസ ഉണ്ടാക്കുക, ട്രാവൽ ചെയ്യുക, that's it. ഇതെന്നെ കുറിച്ചാണോ പറയുന്നത് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഈ കിട്ടുന്ന പൈസക്ക് ട്രാവൽ ചെയ്യുന്ന ചീത്തപ്പേരുണ്ട്. പക്ഷേ I understand. കറക്റ്റ്. എവിടെ നിന്ന് വരുന്നത്. പക്ഷേ ഈ കോൺഫിഡൻസിന്റെ കേസ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺഫിഡൻസ് രണ്ട് തരത്തിലുണ്ടല്ലോ. ഒന്ന് ടെക്നിക്കൽ കോമ്പിറ്റൻസ് ഇല്ലാത്തതുകൊണ്ടുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയും, പിന്നെ ഒന്ന് ബിഹേവിയർ ഇല്ലാത്തത്. ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് അതൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള കോൺഫിഡൻസ്. അപ്പോൾ ഇതിൽ ലാംഗ്വേജ് ഒബ്വിയസ്ലി ആൾക്കാർ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കണം. ടെക്നിക്കൽ കോമ്പറ്റൻസിൽ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇവരെ എന്താ ചോദിക്കാൻ പോണേ. ഇപ്പോൾ ബേസിക്കലി ഒരാൾ ഹയർ ചെയ്യുമ്പോൾ ടാലന്റ് അക്വിസിഷൻ, പിന്നെ OB ഓർഗനൈസേഷൻ ബിഹേവിയർ എന്താണ്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, ട്രെയിനിങ് എങ്ങനെയാണ്, പേറോൾ എങ്ങനെ റൺ ചെയ്യണം, ഈ ലേബറിലോ പൊതുവെ ആൾക്കാരൊന്നും അറിയാത്തൊരു സാധനമാണ്. പിന്നെ എങ്ങനെയാണ് ഒരു ബിസിനസ് പാർട്ട്ണറിങ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പല ആംഗിളുണ്ടല്ലോ, പല തരത്തിലുള്ള HR ഉണ്ട്. ഇത് ചിലപ്പോൾ ഇവർ MBA പഠിച്ചവർ പോലും ഒരു അവിയൽ പരുവത്തിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ ഹയർ ചെയ്യണം, നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇങ്ങനൊരു പ്രോബ്ലം വന്നു, ഇതിനെ നിങ്ങൾ എങ്ങനെ മറികടക്കും എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് സാധനം, ഇത് എങ്ങനെയാണ് ബിസിനസ് പാർട്ട്ണർ ചെയ്യേണ്ടത്, ഇതിന് ലേബർ ലോ ആപ്ലിക്കബിൾ ആണോ, ഏതെങ്കിലും ലോ നോക്കേണ്ട ആവശ്യമുണ്ടോ, മെറ്റേണിറ്റി പോകുന്ന ഒരാളെ നമ്മൾ ഫയർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഒരു ടെക്നിക്കൽ കോമ്പറ്റൻസ് ഇല്ലായ്മയും ഒരു നമ്മുടെ ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ തോന്നിയിട്ടുണ്ട്. അതിന്റെ മേജർ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് they don't listen to such kind of scenarios. അങ്ങനത്തെ പ്രാക്ടിക്കൽ സിനാരിയോസ് കുറച്ചും കൂടി. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കോളേജസ് ഒക്കെ കുറെ ഇക്കോസിസ്റ്റം ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാനും അരുണും കുറെ നമ്മുടെ ഫോറത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഫോറത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അരുണും കുറെ ഫോറത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് സിനാരിയോസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുന്ന പോലെയാണ് പലരും നമ്മൾ നോക്കി നിൽക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ടെർമിനേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു പെർഫോമൻസ് ലോ പെർഫോമർ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ എല്ലാം നമ്മൾ സിനാരിയോ പറഞ്ഞു കൊടുക്കില്ലെങ്കിലും നമ്മൾ ചില വേർഡ്സ് ഒക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണ് കേൾക്കുന്നത്. അങ്ങനത്തെ സിനാരിയോസ് കുറച്ചും കൂടി വിച്ച് ദ സ്റ്റുഡൻസ് കനോട്ട് ഹെൽപ്പ്, ഓൺലി ദ കോളേജസ് ക്യാൻ ടേക്ക് ദാറ്റ് എഫേർട്ട് ഓഫ് ബ്രിങ്ങിങ് ഇൻ ദ എക്സ്റ്റേണൽ ഇൻഡസ്ട്രി HR ആൾക്കാരെ കൊണ്ടുവരിക. സിനാരിയോ ബേസ്ഡ് ഡിസ്കഷൻസ് കുറച്ചുകൂടെ എൻട്രിയിലെ ഷബീബ്. ഇപ്പോൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങൾ 3-4 പേര് ഫാക്കൽറ്റിയാണ് കോഴ്സ് എടുക്കുന്നത്. എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാർ, IT-യിൽ വർക്ക് ചെയ്യുന്ന HR വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരാൾ അഡ്വക്കേറ്റ് ഉണ്ട്, ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് എല്ലാവരും വിളിച്ചിട്ട് ഷബീബ് പറഞ്ഞൊരു കാര്യം, ടെക്സ്റ്റ് ബുക്കിലുള്ളത് പറയാൻ നിൽക്കണ്ട. ടെക്സ്റ്റ് ബുക്കിലുള്ളത് അല്ലല്ലോ ആക്ച്വലി, അത് അവർക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കിട്ടും. എക്സാമ്പിൾസ് വെച്ചിട്ട്, അതായത് ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ജീവിതം അത് എങ്ങനെ സോൾവ് ചെയ്യാം. ആ കോഴ്സ് എടുത്തപ്പോൾ ഷബീബ് നമ്മളോട് പറഞ്ഞത് ഈ സെനാരിയോ ബേസ്ഡ് എന്ന് പറഞ്ഞ സാധനം. അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിൽ ഫുൾ എക്സാമ്പിളാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനൊരു എക്സാമ്പിൾ വന്നു കഴിഞ്ഞപ്പോൾ ഓണം സെലിബ്രേഷൻ നമ്മൾ എന്തിനു നടത്തണം, അങ്ങനത്തെ സിമ്പിൾ ആണല്ലേ. നമ്മൾ ഇപ്പം അരുണ് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഓണം സെലിബ്രേറ്റ് ചെയ്യും, പുറത്തുനിന്ന് ആൾക്കാർക്കൊക്കെ ഓണം സെലിബ്രേറ്റ്, അതിന്റെ ബാക്കിലുള്ള എഫേർട്ട് ബിക്കോസ് യു ആർ ആക്ച്വലി എ സാൻഡ്വിച്ച് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി എന്ന് പറഞ്ഞ സത്യമാണ്. കാരണം നമ്മൾ കുറച്ച് ടീം നമുക്ക് വേണം. ഒറ്റയ്ക്ക് നമുക്ക് പോയിട്ട് ഓക്കെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവില്ലല്ലോ. കുറച്ച് പേര് നമുക്ക് വേണം. where they can coordinate, they can spread their word and bring in more people. പക്ഷെ at the same time we know നമ്മൾ ഇതും കൊണ്ട് നമ്മൾ ഹാഫ് ബ്രെയിൻ നമ്മൾ നമ്മളിനി ഫിനാൻസിൽ പോയാൽ 100 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവർ ഇത് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ വെണ്ടർ പറ്റത്തില്ല, ആ വെണ്ടർ പറ്റത്തില്ല, കംപ്ലൈൻസ് ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ചിലപ്പം ഷൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് തിരിച്ചു പോയിട്ട് ഇവരോട് പറയാൻ പറ്റില്ല, നടക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇതെങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളൊരു സിനാരിയോ എന്ന് പറയുന്നത് അവിടെ പോയി നിന്ന് അല്ലെങ്കിൽ അതിലേക്ക് പോയി ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാൾ പറയുന്നത് കേൾക്കുന്നതാണ് എപ്പോഴും. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ പ്ലസ് HRBP ഇതെല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ കൂടിയാണ്. ബിസിനസ് പാർട്ണർ എന്നായിരുന്നു ഈ ഒരു റീസെന്റ് ആയിട്ട് ഒരു ലാസ്റ്റ് 10 years ഒക്കെ ആയിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പാർട്ണറിംഗ് എന്നൊരു സാധനം. അത് ഇനീഷ്യലി ഒക്കെ എന്താണ്, വാട്ട് ആർ യു, ഐ എം എൻ HR ബിസിനസ് പാർട്ണർ. പക്ഷെ ടെക്നിക്കലി ഇഫ് യു ആർ യു ഡൂയിങ് ഇറ്റ്, നോ. കുറച്ച് മുമ്പ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ റീസെന്റ് വിത്ത് ഓഫ് കോഴ്സ് AI ഒരു കടന്നുകയറ്റം കൊണ്ട് തന്നെയാണ്. ബിക്കോസ് നമ്മളുടെ AI കുറെ റുട്ടീൻ സാധനങ്ങളൊക്കെ AI പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വി ഹാഡ് എ ലോട്ട് ഓഫ് ടൈം, വിച്ച് ഇസ് ഗുഡ് തിങ്. വി ഹാഡ് ടു
forcefully go to the business and ask them, do you have anything, more to do? Strategically, നമുക്ക് എന്തെങ്കിലും ചെയ്യണോ? So when there in this succession planning came into the picture, അപ്പം നമ്മൾ അതിനകത്ത് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നു. നമ്മൾ സക്സഷൻ പ്ലാനിങ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കൊച്ചിയിൽ, എസ്പെഷ്യലി ഇൻ കൊച്ചി വിച്ച് ഇസ് ഗ്രോയിങ്, there, we don't see top level leaders here. കുറേ നമുക്ക് എന്താ പറയുക, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഒരു മിഡ് ലെവലിൽ താഴെയുള്ള എല്ലാം ഇവിടെ നന്നായിട്ട് ചെയ്യുന്നു. ദേ ആർ വെരി ഗുഡ് അറ്റ് ഇറ്റ് ആൻഡ് ദേ ആർ ട്രെയിൻഡ് ആൻഡ് വലിയ വലിയ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ഇവിടെ പല കമ്പനിയിലും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാർ ആർ നോട്ട് അറൌണ്ട് ദം, വിച്ച് ഇസ് ഗോയിങ് ടു tier 1 cities. അങ്ങനത്തെ ഒക്കെ പോകുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. വേർ HR is actually അത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ now that is the importance and beauty of AI എന്ന് ഞാൻ പറയും. Because AI took away all of those routine tasks. Now we have time to do other things which are more relevant for an HR. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് അതൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഫ്രഷേഴ്സ് ആൾക്കാർ വരുമ്പോഴത്തേക്കും അവർക്ക് എങ്ങനെയാണ് ഇത് AI എന്നൊക്കെ ഉള്ളത്, ദേ ഹാവ് ടു ബി വിത്ത് ഒരു എക്സ്പീരിയൻസ് പേഴ്സൺ, ലേൺ ഫ്രം ദം. ഈ സക്സഷൻ പ്ലാനിങ് ഒക്കെ ആക്ച്വലി നമ്മൾ ഒരു HR ചെയ്യണമെങ്കിൽ മേ ബി ഒരു 4th or 5th ഇയർ ഒക്കെ ആവണം മിനിമം 4-5 കൊല്ലം കഴിഞ്ഞാൽ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഈ സക്സഷൻ പ്ലാനിങ്ങിന്റെ എക്സാമ്പിൾ എന്തിനാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, ഒരാൾ പോയാൽ വേറൊരാൾ വരണം എന്നുള്ള നേരത്തെ എന്തുകൊണ്ട് കാണണം എന്നുള്ള എക്സാമ്പിളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ സംശയം വന്നത് ഫ്രഷേഴ്സിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ. മൈ പോയിന്റ് വാസ് നമ്മളത് അവർക്ക് അറിയണം എന്താണ് ചെയ്യുന്നത്, ഇതിൻ്റെ വൈ എന്താ. ഇപ്പം കോമ്പിറ്റൻസി ഡിക്ഷണറി ഉണ്ടാക്കുന്നത് സക്സഷൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പ്രോസസ്സ് പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടാണ്, അതോടൊപ്പം പ്രൊമോഷൻ പ്രോസസ്സ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്ക് ബാക്ക് ചെയ്ത് നമുക്ക് വരാൻ പറ്റണം. അങ്ങനെ പറഞ്ഞു കൊടുത്താലാണ് ഇതിൻ്റെ വൈ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സക്സഷൻ പ്ലാൻ ഉൾപ്പെടെ കോഴ്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ റീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രഷേഴ്സിന് പിന്നെ വേറൊരു ഡൗട്ടുള്ളത്, ഇപ്പോൾ HR-ൻ്റെ MBA പഠിച്ചില്ല, ഇപ്പോൾ എൻട്രി പോലത്തുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു HR കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ റോളുകളിലേക്കാണ് ഫ്രഷറായിട്ട് കയറാൻ പറ്റുക എന്നുള്ളത്. ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് പൊതുവേ ഇന്റേൺഷിപ്പിനോട് ഒരു താല്പര്യക്കുറവുണ്ട്, ഫുൾ ടൈം ജോബ് ആദ്യം തന്നെ കിട്ടണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ, ഏതൊക്കെ റോളുകളൊക്കെ പറ്റും ഇന്റേൺഷിപ്പ് വേണം? ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ദേ ഹാവ് ടു, കിട്ടിയില്ലെങ്കിൽ അവർ തന്നെ പോയി അന്വേഷിക്കണം എന്ന് പറയുള്ളൂ. ബിക്കോസ് ഇന്റേൺഷിപ്പിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് പോലെ, ബിക്കോസ് ദേ ജസ്റ്റ് ഹാവ് ടു സ്പെൻഡ് 6 months and they're getting to know the entirety of the organization to an extent, right? Okay, compliance issues അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ സാധനങ്ങളൊന്നും നമ്മൾ ഷെയർ ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ ഇന്റേൺഷിപ്പിന് വരുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ എൻഡ് ടു എൻഡ് എന്തെല്ലാം നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. ആൻഡ് അവർ പറയുക അയ്യോ നമ്മളെ കൊണ്ട് എല്ലാ പണി എടുപ്പിക്കും, പക്ഷെ ദാറ്റ് ഇസ് ആക്ച്വലി ദി സ്റ്റാർട്ട് ഓഫ് യുവർ കരിയർ, റൈറ്റ്? ആ സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് മുഴുവനും നമ്മൾ എടുക്കാൻ പറ്റുന്നത് ഇറ്റ്സ് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ സംഭവം ഒരു ഓർഗനൈസേഷന് സാധനം കിട്ടുന്നത് ഇന്റേൺഷിപ്പിലാണ്. സോ ഐ വുഡ് എൻകറേജ് ആൻഡ് ഐ വാണ്ട് എവറിബഡി ടു ഡു ഇന്റേൺഷിപ്പ്. വൺ. Second is regarding the roles that they can move on to. Oru AI, oru HR, HR is, I would say one of the few careers wherein you are not known for your title, rather your credibility. തോന്നിയിട്ടില്ലേ? ആ ടൈറ്റിൽ വിൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാതെ നമുക്ക് ഒരാൾ നമുക്ക് ഒരു റെസ്പെക്ട് തരത്തില്ല. HR മാനേജർ ആണെങ്കിൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. സീനിയർ HR മാനേജർ എന്നൊക്കെ ടൈറ്റിൽ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഐ ഹാവ് സീൻ ബിക്കോസ് ഏർലി ഇൻ മൈ കരിയർ ഒരു 5 years 6 years ആയപ്പോൾ തന്നെ ഒരാളുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം ഐ ഹാവ് സീൻ ഇൻ കോൺഫറൻസ് റൂം നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും സീനിയർ ലീഡർ ഒരു കോളിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഐ നീഡ് സം ടൈം ശരിക്കാം, ഞാൻ ശരിക്കും വിറച്ചു. ബിക്കോസ് 5 years 6 years ഇൻ എ കരിയർ ഒരു സീനിയർ ആളാണ്, CTO ആയിരുന്നു. അപ്പം ഹി ജസ്റ്റ് സെഡ് ഐ നീഡ് 5 minutes ഓഫ് യോഴ്സ്. ഷുവർ സർ. അപ്പം ഞാൻ ഒരു റൂമിലോട്ട് എത്തുന്നപ്പം ഐ നീഡ് ഒരു അഡ്വൈസ് ഹിയർ സരിക. ആ ലൈനിൽ ഞാൻ വീണു. ഐ നീഡ് ഒരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ ഞാൻ തിങ്ക് ചെയ്യുന്നത് ഓക്കെ മൈ അഡ്വൈസ് മാറ്റേഴ്സ് എന്നുള്ളൊരു ചിന്ത വരില്ലേ? വേർ ഇറ്റ് കംസ് ഫ്രം ബിക്കോസ് വി ഹാവ് ബിൽഡ് ദ ട്രസ്റ്റ്. സോ ഞാനിപ്പം വരുന്ന ഫ്രഷേഴ്സിനോടും പറയുന്ന കാര്യം ടൈറ്റിൽ ഡസൻറ്റ് മാറ്റർ. ഓഫ് കോഴ്സ് യു ക്യാൻ മൂവ് ഫ്രം എൻ HR recruiter, then an HR manager, learn L&D, of course, L&D specialized training and development എല്ലാവരും ഉണ്ട്. ആൻഡ് എൻഗേജ്മെന്റ് പ്രൊഫഷൻസ് ഓൾസോ, HR എൻഗേജ്മെന്റ് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഡേറ്റ അനലിസ്റ്റ് ഇപ്പം റീസെന്റ് വരുന്നുണ്ട്, HR അനലിസ്റ്റ്, പേറോൾ ചെയ്യുന്നവരുണ്ട്, ഡെഡിക്കേറ്റഡ് പേറോൾ. സോ ഇതൊക്കെയാണ് ഡെസിഗ്നേഷൻസ് വെൻ യു ടോക്ക് അബൌട്ട്. ലേബർ ലോ ആസ് വെൽ, ലേബർ ലോ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. പിന്നെ ഇപ്പം റീസെന്റ് ഞാൻ കണ്ടത് കൾച്ചർ HR എന്നൊക്കെ പറഞ്ഞാൽ മോർ ഓർ ലെസ് ഇൻ എൻഗേജ്മെന്റ് പ്രൊഫഷൻ തന്നെയാണ്. ഹു ക്യാൻ ബി റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് ഈവെന്റ്സ് ബിക്കോസ് ദാറ്റ് മാറ്റേഴ്സ്. ഇപ്പോൾ ജെൻസീസ് ഒക്കെ വന്ന് നമ്മൾ സംസാരിച്ചില്ല, കുറച്ചും കൂടെ അവർക്കൊരു എൻഗേജ്മെന്റ്. എസ്പെഷ്യലി ഐ ഹാവ് സീൻ പീപ്പിൾ ഫ്രം നോർത്ത് ഇന്ത്യ ഓൾസോ, എ ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ വർക്കിംഗ് ഇൻ കൊച്ചി. അവർക്ക്
വാട്ട് കംപ്ലൈൻറ്റ് ഇനീഷ്യലി ഞാൻ കേട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു എൻഗേജ്മെന്റ് ഒരു സ്ഥലം ഒന്നും ഇല്ല ഇവിടെ നമുക്ക്, ബിക്കോസ് അവരുടെയൊക്കെ ഒരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ദിവാലിയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ആഘോഷിക്കാറില്ല. ഹോളി ഫോർ എക്സാമ്പിൾ ജസ്റ്റ് കൺക്ലൂഡഡ് റൈറ്റ്, ഹോളി ഒന്നും അങ്ങനെയൊന്നും ആഘോഷിക്കാറില്ല എന്ന് പറയും. അപ്പം വി വാണ്ട് സം പീപ്പിൾ ഫ്രം റെപ്രസെന്റേഷൻ ഫ്രം ദാറ്റ് ഐ മീൻ അവരുടെ പ്ലേസ് വന്നവർ പോലും ദേ ഫോം എ ടീം. അപ്പൊ അങ്ങനെ ഒരു കുറച്ചൊരു ഇൻക്ലൂഷൻ, ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ അത് പറയുമ്പോൾ അതൊരു പ്രൊഫഷണലാണ്. സോ ഇതൊക്കെയാണ് layers of HR where you can diverse your designation എന്ന് പറയുന്നത്. പക്ഷേ what I would say is whatever you are, if you are just called an HR is enough. എൻ്റെ ഒരു കാര്യം കൂടി അതിൽ ഇത്രയും റോൾസ് പറയുമ്പോൾ ബേസിക്കലി ഇതിലെല്ലാം ഗ്ലോബൽ അല്ലേ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ എൻഗേജ്മെന്റ് സാധനങ്ങൾ നമ്മൾ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ ലെവലിൽ ആലോചിക്കണം. പക്ഷേ വേറെ ഏത് HR BP എടുത്താലും ഓൺ ബോർഡിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ഏത് മാനേജ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഇതെല്ലാം ദുബായിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും UK യിലാണെങ്കിലും സെയിം, എക്സെപ്റ്റ് മേ ബി ലേബർ ലോ അല്ലേ. ലേബർ ലോ ഡിഫറെന്റ് ആയിരിക്കും. സ്റ്റാറ്റ്യൂട്ടറി തിങ് ഇസ് ഡിഫറെന്റ്. സ്റ്റാറ്റ്യൂട്ടറി ഒരു കൺട്രിക്ക് മാത്രം സ്പെസിഫിക് ആയിരിക്കും, കൺട്രിക്ക് മാത്രം ഡിഫറെന്റും ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ റിസൈൻ ചെയ്ത ഒരാളുടെ നോട്ടീസ് പീരീഡ് ഇൻ കോസ്റ്ററിക്ക അവിടെ 356 days, 1 year ആണ് ഒരാളുടെ നോട്ടീസ് പീരീഡ്. ഇവിടെ ഇപ്പൊ നമ്മള് 3 months, മാക്സിമം 3 months ആണ് ഞാൻ കണ്ടിട്ടുള്ളൂ. 60 to 90 days ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ആ ലോ ഡിഫറൻസസ് മാത്രമേ ഒരു സ്പെസിഫിക് കൺട്രിയിൽ ഡിഫറൻസ്. ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പൊ ഗ്ലോബൽ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ആ ലോ മാത്രമേ വ്യത്യാസമുള്ളൂ. മേ ബി പേറോളും വ്യത്യാസം ഉണ്ടായിരിക്കും. പേറോൾ ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആണല്ലോ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ ഓൺബോർഡിങ്ങും എക്സെട്ര എല്ലാം ഒരേ തിയറിയാണ്. സ്കിൽ മാറ്റേഴ്സ്, കോമ്പറ്റൻസിയാണ്. ആ കോമ്പറ്റൻസി അതായത് ആ ഒരു എക്സ്പീരിയൻസ് ഇവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ഇന്റേൺഷിപ്പിലാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഓർഗനൈസേഷൻ എക്സ്പീരിയൻസ് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. കോളേജ് ടു കോർപ്പറേറ്റ് റൈറ്റ്, അത് നമ്മൾ എപ്പോഴും ഞാനൊക്കെ അരുണും ഓർക്കുന്നുണ്ട്. നമ്മൾ NIPM നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളേജ് ടു കോർപ്പറേറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ഫോർ കോളേജ് സ്റ്റുഡൻസ് ടു മേക്ക് ഷുവർ. ഈ കോളേജിൽ നമുക്ക് പല സാധനങ്ങളും എന്താ പറയുക സ്ട്രക്ചേർഡ് ആണ്. College is structured whereas corporate is messy. കോളേജിൽ ഇച്ചിരി പീരീഡ് ഇന്ന പീരീഡ് ഇംഗ്ലീഷ് മാത്സ് മറ്റൊന്ന് മറിച്ചത് എക്സാമിന് ആണെങ്കിലും ഒരു ദിവസം OB ആണെങ്കിൽ OB അത് പഠിച്ചാൽ മതി. അങ്ങനെയാണോ നമ്മൾ ഓഫീസിൽ? കോർപ്പറേറ്റ് മെസ്സിയാണ്. കാരണം ഇന്നിപ്പം നമ്മളൊരു ഹാഫ് ആൻ അവർ നമ്മൾ സാലറി കാര്യങ്ങളൊക്കെ അടുത്തൊരു പ്രശ്നം വേറെ പ്രശ്നം വരികയാണ്. നമ്മൾ പിന്നെ ഒരു മാനേജറിന്റെ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാണ്. നമ്മളുടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എംപ്ലോയിനെ നമ്മൾ കൺസോൾ ചെയ്യേണ്ടി വരും. സോ you get into different roles when you act as an HR. പണ്ടിങ്ങനെ പറയാറുണ്ട് വിമൻസ് ഡേയില് സ്ത്രീകളിൽ ഇങ്ങനെ 10 കൈയൊക്കെ ആയിട്ട് ഒരു കയ്യില് കത്തി ലാപ്ടോപ്പ്, അതുപോലെയാണ് HR എന്നും പറഞ്ഞിട്ട് ഞാൻ സത്യമാണ്. നമ്മൾ വി ആർ ഓൾസോ ലോയേഴ്സ് അറ്റ് സം പോയിന്റ്. വി ആർ ഓൾസോ ലൈക്ക് സൈക്കോളജിസ്റ്റ്, വി ആർ പാർട്ട് എന്താ പറയാ മെന്റർ, വി ആർ കോച്ച്. And sometimes നമ്മൾ വടിയെടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഇതില് മറ്റേ ആ റിക്രൂട്ട്മെന്റും പറഞ്ഞു വിടുന്നത് മാത്രമാണ് പുറത്തുനിന്നുള്ളവർ കാണുക. ലൈക്ക് അത് കണ്ടിട്ടാണ് HR ഇത്രേ ഉള്ളൂ. അങ്ങനെ പുറത്തുനിന്നുള്ളവർ കാണുന്നതിനേക്കാളും സ്റ്റുഡൻസ് HR പഠിക്കുന്ന സ്റ്റുഡൻസും അങ്ങനെ വിശ്വസിക്കുന്നത് അത് മാറിയെടുക്കണം. ബിക്കോസ് ദേ ഷുഡ് നോ ഇൻ ബിറ്റ്വീൻ ഹയർ ആൻഡ് ഫയർ ദ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് കംസ്. അതൊക്കെ പഠിച്ചെടുത്താൽ യു ഹാവ് എ ഫ്ലറിഷിംഗ് കരിയർ ഇൻ HR. ഈ ഫ്ലറിഷിംഗ് കരിയർ പറയുമ്പോൾ എത്രയൊക്കെ കിട്ടും എന്നൊരു ചോദ്യമുണ്ട്. എന്ത് കിട്ടും എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ കണ്ടിരിക്കുന്ന ഒരു 25,000 പെർ മന്ത് ഒക്കെ സ്റ്റാർട്ടിങ് കിട്ടാറുണ്ട് എല്ലാവർക്കും. ആൻഡ് ഇപ്പം ചിലർ പറയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചവരാണ് ഈ സ്റ്റുഡൻസ് ഒക്കെ, നമുക്കൊരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 6 months ഒരു കോഴ്സ് ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ സാലറി കൂടുതൽ കിട്ടും. ഇല്ലാന്നല്ലേ ഞാൻ പറയുള്ളൂ. അത് ഇവിടെ ഒരു മാറ്റർ അല്ല. അഗെയിൻ you can position it to get a job കിട്ടും. അത് വെച്ച് നമ്മൾ സാലറി, ബിക്കോസ് എല്ലാ ഓർഗനൈസേഷനും HR സ്റ്റുഡൻസ് അറിയേണ്ട ഒരു കാര്യമാണ്, എല്ലാ ഓർഗനൈസേഷൻസിനും അവരുടെ സാലറി റേഞ്ച് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ചുമ്മാ ഒരാൾ സർട്ടിഫിക്കറ്റ് ഓക്കെ 1000 രൂപ കൂടുതൽ കൊടുക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു സാലറി റേഞ്ചിന്റെ ഇടയ്ക്ക് ഫിക്സ് ചെയ്യാം എന്നുള്ളതല്ലാതെ അതിൽ എക്സാമ്പിൾഡ് ആയിട്ട് കൂട്ടി കൊടുക്കാനൊന്നും ഒരു ഓർഗനൈസേഷനും പറ്റത്തില്ല. സോ ആ സർട്ടിഫിക്കേഷൻസ് അപ്പൊ ഒരു സർട്ടിഫിക്കേഷൻ കൊണ്ട് കാര്യമില്ലേ എന്ന് വെച്ചാൽ അങ്ങനെയും അല്ല. ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ബിൽഡ് യുവർ സ്കിൽസ്. അല്ലാതെ അത് ഒരു എൻട്രി ടു ദ ഫസ്റ്റ് ജോബ് ആണ്. ഇപ്പോൾ എന്താണ് ഒരു ടോട്ടലി എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രാക്ടിക്കൽ നോളജ് കിട്ടാനായിട്ടുള്ള ഫസ്റ്റ് ജോബിന് ഒരിക്കലും ഒരാളും നമ്മൾ ആരും തന്നെ ഒരു എക്സോർബിറ്റന്റ് ആയിട്ടുള്ള സാലറി ഒന്നും പ്രതീക്ഷിക്കുന്നു. ഒരു ഐഡന്റിറ്റി ആയിട്ട് ആ ഫസ്റ്റ് ജോബിനെ കാണരുത്. സ്റ്റാർട്ടിംഗ്
ആൻഡ് ലൈക്ക് യു സെഡ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് കയറി കഴിഞ്ഞാൽ ദ മോമെന്റ് യു ഏൺ ദ ട്രസ്റ്റ്, കാരണം ഈ വന്ന് കയറിയ ആൾക്ക് കാര്യങ്ങൾ അറിയാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഡേഴ്സ് വിൽ ട്രസ്റ്റ് യു ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് പ്രൊമോഷൻസ് ആൻഡ് ഗോ ഫോർവേഡ്. അപ്പോൾ ഇതാണ് ഇത്രയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഇന്നത്തെ ഡിസ്കസ് ചെയ്തേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് സ്കിൽസ് അക്വയർ ചെയ്യുക, നോളജ് ബിഹേവിയറൽ സ്കിൽസ് എല്ലാം അക്വയർ ചെയ്യുക, നെറ്റ്വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. നമ്മൾ NIPM 2-3 തവണ പറഞ്ഞു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ. ഞാൻ പലരും ആർക്കും കേട്ടിട്ടുണ്ടോ അറിയത്തില്ല. നമ്മളിപ്പോൾ ഒരു വലിയൊരു കല്യാണ ഹാളിലേക്ക് പോവാണ്. 10,000-20,000 പേരുള്ള ഒരു കല്യാണ ഹാളിലേക്ക് നമ്മൾ പോവാണ്. And in India we have this big fat wedding, right? What is the first thing that we'll do before checking out the food? ആദ്യത്തെ വെൽക്കം ഡ്രിങ്ക് കുടിക്കലാണോ? അതൊക്കെ ഫുഡിൽ വിടുന്നതാണ്. ഓക്കെ, ഞാൻ ഫുഡായിരിക്കും ആദ്യം നോക്കുക. കണ്ടു കഴിയുമ്പോൾ തോന്നുന്നു അത് കണ്ടു കഴിഞ്ഞാലും നെക്സ്റ്റ് നമ്മളൊരു പെട്ടെന്ന് നമ്മൾ എന്തായിരിക്കും ചെയ്യുക, ബ്രൈഡ് ആൻഡ് ഗ്രൂം ഒക്കെ നോക്കും, നമ്മളൊരു പരിചയമുള്ള ആളുണ്ടോ സ്വാഭാവികമായിട്ട്. And suddenly, even if that wedding was a forceful, നമ്മളിപ്പോ ഒരു വീട്ടുകാർ പറഞ്ഞു ഉന്തി വിട്ട കല്യാണം ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ കംഫർട്ടാണ്. നമുക്ക് ആ എൻറ്റയർ situation, our whole and നമുക്കൊരു gets engaged. You get engaged. Networking. You should know somebody when you get into a crowd, or office ആണെങ്കിലും ഒരു കോൺക്ലേവിന് പോവാണ്, നിങ്ങൾ ഒരു HR കോൺഫറൻസിൽ പോവാണ്, there should be somebody whom you know, അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന നെറ്റ്വർക്ക് will be useful for something else. സോ അതിന്റെ ഇമ്പോർട്ടൻസ് എനിക്കറിയില്ല എത്രമാത്രം പിള്ളേർ ദേ ആർ ഡൂയിങ് എ ലോട്ട് ഇൻ ദെയർ ഓൺ കോളേജസിൽ, എന്താ പറയുക, ഇവന്റ്സ് കോർഡിനേറ്റർ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗോ ഔട്ട് ഓഫ് ദാറ്റ് കോളേജ് സോൺ എന്ന് പറയുന്നത്, അവിടെ നിന്ന് പുറത്തു പോയിട്ട് meet leaders, meet HR people and what they do. അതൊക്കെ ഒരു റിയൽ ലൈഫ് സിനാരിയോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. നമ്മൾ ഈ HR ഓർഗനൈസേഷൻ നടത്തുന്ന ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ഇവന്റ്സിലൊക്കെ മിക്കവാറൊക്കെല്ലാം ഫ്രീ ആണ് അല്ലേ? അത് നമ്മളവിടെ പോയാൽ മാത്രം മതി, ചായയും വടയും കിട്ടുകയും ചെയ്യും. അതെ, അവിടെ ചുമ്മാ അറ്റൻഡ് ചെയ്യുക, ആൾക്കാരെ കാണാൻ, സംസാരിക്കുക. നമ്മളെ കാശിന് വേണ്ടി എല്ലാം മിക്കവാറും ആരും ചെയ്യുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ എല്ലാം 100 രൂപയോ എന്തെങ്കിലും രജിസ്ട്രേഷൻ ഫീസ്. എല്ലാ ഇവന്റ്സിനും ഈവൻ ഫ്രഷർ ആണെങ്കിലും പോകണം. ഇതിപ്പോൾ ഈ ഓൺലൈനൊക്കെ ആണെങ്കിൽ ഒരു 5-6 വെബിനാറൊക്കെ കേട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് പൊതുവേ വിവരം വെക്കത്തേ ഉള്ളൂ, വെക്കാതെ. പിന്നെ അതുപോലെ ലിങ്ക്ഡിൻ, നമ്മുടെ കുട്ടികൾ പൊതുവേ ഇൻസ്റ്റാഗ്രാം അടിപൊളിയായിരിക്കും, എല്ലാം സ്റ്റാറ്റസും കാര്യങ്ങളും ബയോ ഒക്കെ കിടലിനായിരിക്കും. ലിങ്ക്ഡിനിൽ വരുമ്പോൾ ഫോട്ടോ പോലും ഉണ്ടാവില്ല. ഞാൻ ചോദിക്കാതെ നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എനിക്കൊരു 10,000-5,000 ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ എത്ര പേർക്കുള്ള പോസ്റ്റ്, നിങ്ങൾ ഏതെങ്കിലും റീസെന്റ് 5,000 ഫോളോവേഴ്സ് പറയുമ്പോൾ 5,000 ഫ്രണ്ട്സ് എന്നാണ് പറയും. ആ കാണുന്ന ഫോളോവേഴ്സ് അല്ല നിങ്ങളെ ഫ്രണ്ട്സ് പറയുന്നത്. അവരാരെയും നിങ്ങൾക്ക് പേഴ്സണലി അറിയുന്നുണ്ട്. അതിൽ കൂടി പോയ ഒരു 10-20 പേരെ അതിനകത്ത് അറിയാമായിരിക്കും. How many posts do you really land up commenting, putting a hashtag yourself and then put something on your thoughts. That's how you build that network. അത് പലരും മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ. പക്ഷെ കമ്മിങ് അപ്പ് എല്ലാവരും വരുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ചില കോളേജസ് ആർ ടേക്കിംഗ് റിയൽ എഫേർട്സ് ടു ഡു ഓൾ ദാറ്റ്. അപ്പൊ അങ്ങനെ അവർക്കാണ് ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ദർ ഇസ് എൻ എക്കോസിസ്റ്റം ദാറ്റ് ക്യാൻ ഹെൽപ്പ് ദീസ് സ്റ്റുഡൻസ്. പക്ഷേ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് ഞാനൊക്കെ ഐ വാസ് എ ഹാർഡ് ഫാൻ ഓഫ് ഇന്ദ്ര നോയി. ഇന്ദ്ര നോയി എൻ്റെ വലിയൊരു ഫാൻ ആയിരുന്നു. നോട്ട് ബിക്കോസ് ഷീ ഈസ് എ CEO and all that, but a lady, ഒരു colored lady woman to become a CEO of a multi-dollar company എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ് അറ്റ് ദോസ് ഡേയ്സ്. അപ്പം ആ ഒരു റെസിലിയൻസ് പവർ ഉണ്ടായിരുന്നത് അത് നമുക്ക് വേണം. ആൻഡ് ദർ ഇസ് നോ ഹാം ഇൻ ഇമിറ്റേറ്റിംഗ് പീപ്പിൾ. ദാറ്റ്സ് സംതിങ് ഞാൻ ഇന്ദ്രനുവിനെ കണ്ടിട്ട് ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഐ ടോക്ക് അലോട്ട്. അന്നേരം നമ്മൾ ഇത്രയൊക്കെ നോളജ് എനിക്ക് ഉണ്ടല്ലേ നമുക്ക് തന്നെ ഒരു തിരിച്ചറിവ് വരും. So there is no harm in imitating. There is no shame. Shouldn't be shameful in imitating. I think leaders ഒക്കെ സംസാരിക്കുമ്പോഴാണെങ്കിലും you use your trait. അവിടെ വന്നാലും it will build trust. Over the point of time it will become your second nature. അതാണ് so best practices എവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കുക. So like I was telling you previously, so running short of time. പക്ഷേ ഈ ഇങ്ങനത്തുള്ള മോഡൽസ് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് സ്റ്റുഡൻസിന് പൊതുവേ. ഇതെന്താണ് ആക്ച്വലി ഇൻഡസ്ട്രി നടക്കണത് എന്നുള്ളത് ഒരു മോഡൽസ് ഇല്ല, അവർക്കൊന്ന് ഈ കോപ്പി ചെയ്യാൻ പറ്റിയ മോഡൽസ് ഇല്ല എന്നുള്ളതായിരുന്നു നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ എൻട്രിയുടെ CHRM കോഴ്സ് ഡിസൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഡിസൈൻ ചെയ്തപ്പോൾ ഉള്ള പ്രശ്നം, അപ്പോൾ ഈ മോഡൽസ് കൊടുക്കുക. അപ്പോൾ എൻഗേജ്മെൻറ്റ് എന്നുള്ള മൊഡ്യൂളിൽ എങ്ങനെ പ്രോപ്പർലി എൻഗേജ് ചെയ്യാം, അതിൻ്റെ വൈ എന്താണ്, ഇതെന്താണ് ഓർഗനൈസേഷൻ CEO എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂന്നും എംപ്ലോയി പോയിന്റ് ഓഫ് വ്യൂന്നും നമ്മൾ ഓരോ മൊഡ്യൂളും ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോഴ്സ് ഓൾറെഡി ഇപ്പോൾ റണ്ണിങ് ആണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എൻട്രി ആയിട്ട് റീച്ച് ഔട്ട് ചെയ്യാം. Thank you very much, Sharika. Thank you. It was nice talking to you. Nice talking to you. Thank you. Thank you.